രണ്ടാം പിണറായി സർക്കാർ 4 വർഷം പൂർത്തിയാക്കി ഭരണത്തിന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സമയത്ത് സർക്കാരിന്റെ അവകാശവാദങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ. കഴിഞ്ഞ 4 വർഷക്കാലം സാമ്പത്തിക വെല്ലുവിളികളെ സൂക്ഷ്മമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും കാര്യക്ഷമമായ നടത്തിപ്പിലൂടെയും നേരിട്ട് വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമകാര്യങ്ങൾക്കും ആവശ്യമായ പണം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചു എന്നും ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് എന്നും സർക്കാർ അവകാശപ്പെടുന്നു. കേരളം രാജ്യത്തെ ഏറ്റവും സമഗ്ര സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ്. 2016 മുതൽ 21 വരെ 35,154 കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത്. ഈ സർക്കാർ ഇതുവരെ 36,212 കോടി രൂപയും ഈ വിഭാഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ 62 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1,600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ നോക്കുകയാണ് എങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. 1,600 രൂപ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തുള്ളത്. മറ്റു വരുമാനങ്ങളില്ലാതെ ഈ മാസം ലഭിക്കുന്ന 1,600 തന്നെ കാത്തിരിക്കുന്ന നിർധരരായിട്ടുള്ള നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളത്. ഒരു കാലത്ത് 600 രൂപയുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ 1,600 എത്തി നിൽക്കുന്നത്. നിലവിലെ സർക്കാർ 2021 ഇലക്ഷനെ നേരിടുമ്പോൾ 1,600 രൂപ ക്ഷേമ പെൻഷൻ 2,500 എത്തിക്കും എന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷേ 4 വർഷം കഴിയുമ്പോഴും അതിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാരിനായിട്ടില്ല. എന്നാൽ ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 2 ഘട്ടങ്ങളിലായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഭൂരിഭാഗ വിഹിതവും 98% സംസ്ഥാന സർക്കാർ വഹിക്കുന്നതാണ്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് മാത്രമാണ് കേന്ദ്ര വിഹിതമുള്ളത്. അതും കേവലം 6.8 ലക്ഷം പേർക്ക് ശരാശരി 300 രൂപ വീതം മാത്രമാണ്. എന്നാൽ തുച്ഛമായ വിഹിതം പോലും കൃത്യമായി സംസ്ഥാനത്തിന് നൽകാൻ പെൻഷൻ ഗുണഭോക്താക്കളോട് ക്രൂരമായിട്ടുള്ള മനോഭാവം കേന്ദ്ര സർക്കാർ തുടരുകയാണ്. എന്നാൽ അത് ജനങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ അതും മുൻകൂറായി വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നു. 5 ഗഡു ഇതിനിടയിൽ കുടിശ്ശിക വന്നു. അതിൽ 2 ഗഡു വിതരണം ചെയ്തു. 1 ഗഡു ഈ മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യും. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം, അതായത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 3,200 രൂപ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ബാക്കി 2 ഗഡു ഈ വർഷം തന്നെ വിതരണം ചെയ്യും. സാമ്പത്തികമായി വെല്ലുവിളികൾക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇത്രയും വിപുലമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കാര്യക്ഷമമായ സാമ്പത്തിക മാനേജ്മെന്റിന്റെയും ഫലമായാണ് എന്നും സർക്കാർ അവകാശപ്പെടുന്നു. സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ജനങ്ങളോടുള്ള കരുതലിന്റെയും തെളിവാണിത് എന്നും സർക്കാർ അവകാശപ്പെടുന്നു. കാത്തിരിക്കുന്ന 3,200 ക്ഷേമ പെൻഷൻ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അക്കൗണ്ടുകളിൽ എത്തും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും വിതരണം ആരംഭിക്കുകയും ചെയ്യും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാം. ബൈ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാം. ബൈ.